ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറേ നാളായാലും എല്ലാവരെയും കണ്ടിട്ടില്ലേ? കുറേ നാളായി ഞാൻ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഇന്നൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇവിടെ ഉച്ചയായി, 12 മണിയായി. ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നതേ ഉള്ളൂ. പിന്നെ എന്തൊക്കെയുണ്ട്? മഴയുണ്ടോ? എല്ലാവരും സേഫല്ലേ? ഞങ്ങൾക്കിവിടെ മഴ കുറവാണ്. ഞാൻ കാസർഗോഡാണ്, പക്ഷെ മഴ ഞങ്ങളുടെ ഏരിയയിൽ കുറച്ച് കുറവാണ്. വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യതകളൊന്നും ഞാൻ താമസിക്കുന്നിടത്തില്ല, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. എല്ലാവരും സേഫായിട്ട് ഇരിക്കുക കേട്ടോ. അല്ല, ചുമ്മാ ഇന്നപ്പോൾ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് കാണുമെന്ന് വിചാരിച്ചു. എല്ലാവരും ഫുഡ് കഴിച്ചോ? ഫുഡൊന്നും ആയില്ലേ? ഇങ്ങനെ ഫുഡ് വെക്കുന്നേ ഉള്ളൂ. ഇനി ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടാവുകൊണ്ട് കുറച്ച് റേഷൻ അരി ഇട്ടിട്ട് ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. തിളച്ച് വരുന്നതേ ഉള്ളൂ സംഭവം. പിന്നെ നമ്മുടെ ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം? ഇതാ, നമുക്കിത് കുറച്ച് ചൊറിയണം. ഞങ്ങളിവിടെ ചൊറിയണം എന്ന് പറയും. വേറെന്ത് പേരെന്ന് എനിക്കറിയില്ല. ചിലവരിനെ തൂവാന്നും പറയുന്നതൊക്കെ, കൊടിത്തൂവേ അങ്ങനെ കണ്ട് പറയും. ഈ ഇല കാറ്റിന് പറക്കുന്നതുണ്ടോ? കൊടിത്തൂവ ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നെല്ലാം കൊണ്ട് നല്ല ഒരു ദിവസമാണ്. ഇതൊന്ന് തോരൻ വെക്കണം. അതാണ് ഇതിൻ്റെ അടുത്ത പരിപാടി. കർക്കിടക മാസത്തിൽ ഇലകൾ കഴിക്കണം എന്നല്ല പറയുന്നത്. അങ്ങനെ കുറച്ച് ഇല കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചൊറിയണം തൂവ തോരനാക്കിയിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. തോരനതിന് ഒരു മുളക് ചമ്മന്തിയും കൂടി ആക്കണം. അതും കൂടി ആക്കി ഇന്നത്തെ ഐറ്റംസ് റെഡിയായി. കർക്കിടക മാസത്തിൽ ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ കഴിക്കുക. മീനൊന്നും കിട്ടാനുമില്ല. അങ്ങനെ നമ്മുടെ ചമ്മന്തി ആയിട്ടുണ്ട്. എല്ലാം ഉണക്കമുളക് ഇടിച്ച് ചമ്മന്തി ആക്കിയാണ്. വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് അങ്ങനെ നമ്മുടെ ചീരയായി. രണ്ടും കൂട്ടി പിടിക്കണം. ഫുഡ് കഴിക്കാനുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോരി വന്ന് കഴിക്കാമല്ലോ. ചങ്കുകളും അങ്ങനെ മഴ വരുമെന്ന് തോന്നുന്നു. മഴയുടെ ലക്ഷണമുണ്ട് ഗൈസ്. ഞാൻ ഇച്ചിരി ചോറ് വിളമ്പി എടുത്തിട്ടുണ്ട്. എല്ലാവരും കഴിച്ചോ? എന്തുണ്ട്? എനിക്കിന്ന് വലിയ വിഭവങ്ങളൊന്നുമില്ല, അതുകൊണ്ട് പെട്ടെന്നായി. ഇന്ന് കഴിക്കാൻ പറ്റുന്നില്ല, അതാണൊരു പ്രശ്നം. സുഖമില്ലാത്ത കാരണം ഒന്നും തിന്നാൻ വയ്യ. അതുകൊണ്ട് ഞാൻ റേഷൻ അരിയാണ് ഇട്ട് വെച്ചത്. നല്ല വെള്ളം കാണുന്നുണ്ടോ എന്തോ അതിനകത്തോട്ട്? വെള്ളരി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. ചൊറിയണ നല്ല സാധനമാണ് കേട്ടോ. നമ്മൾ പറിക്കുമ്പോൾ ചൊറിയുന്നേ ഉള്ളൂ, പക്ഷെ തോരൻ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണത്. ഞാൻ കുറച്ചേ പറിച്ചുള്ളൂ, ചൊറിയും കൈ. പിന്നെ നമ്മളെ ഇത് മുളകിടിച്ചത്. മുളകിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ കടുവൊക്കെ പൊട്ടിക്കുമ്പോൾ ഇടുന്ന മുളകില്ല, കടുവ വെച്ചാൽ ഇടുന്ന ആ മുളക്, നല്ല എരിയുള്ള മുളകാണ്. അത് ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വെളുത്തുള്ളി സവാള ഇതൊക്കെ ഇട്ട് എണ്ണയിൽ വഴറ്റിയെടുത്ത് കടുക് പൊട്ടിച്ചിടാം. എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കടുകൊന്നും പൊട്ടിച്ചില്ല. ഇങ്ങനെയാണ് എടുക്കുന്നത്. കർക്കിടക മാസത്തിൽ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. മീൻ കിട്ടാനില്ല, 2 ദിവസത്തേക്ക് മീനില്ലാന്നല്ല പറഞ്ഞത്. ഇന്ന് കുറച്ച് മഴ തോർന്ന് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മളിതിനെയും അതിജീവിക്കും. മീനില്ലെങ്കിലും നമ്മൾ അതിജീവിക്കും. അപ്പോൾ നമുക്ക് ഞാൻ ഒന്നുകൂടി എൻ്റെ ചോറ് കാണിച്ചിട്ട് കേട്ടോ. ഇത് കാണുമ്പോൾ ഒത്തിരി ഉള്ള പോലെ ഉണ്ട്, കുറച്ചേ ഉള്ളൂ കേട്ടോ.
എല്ലാവർക്കും ടാറ്റ ബൈ സി യു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.